സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ കേസ് പരാതിക്ക് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണോ? രഞ്ജിത്ത് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് ലൈംഗികാതിക്രമ കേസ് പരാതിക്ക് പിന്നിൽ വൈരാഗ്യമെന്നാണ് പ്രതിയുടെ ആരോപണം. നടിയുടെ അഭിനയത്തെ സംവിധായകൻ എന്ന നിലയിൽ വിമർശിച്ചു. അഭിനയം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതിനാൽ ചില സീനുകൾ വെട്ടിക്കുറച്ചു. സെറ്റിൽ ഇക്കാര്യം പ്രചരിച്ചു. ഇതിന്റെ വൈരാഗ്യമാണ് നടിയുടെ പരാതിക്ക് കാരണമെന്നും രഞ്ജിത്ത് കോടതിയെ അറിയിച്ചു. രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതുകൊണ്ടാണ് കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. മരുന്നുകൾ കഴിക്കാൻ തയ്യാറായില്ലെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടുന്നത് ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നീക്കമെന്നാണ് രഞ്ജിത്തിന്റെ അഭിഭാഷകന്റെ വാദം. കസ്റ്റഡി അപേക്ഷ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഒരു പുതിയ വാദമാണ് സംവിധായകൻ രഞ്ജിത്ത് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നടിക്ക് വൈരാഗ്യമുണ്ട്, സിനിമാ സെറ്റിൽ വെച്ച് അഭിനയം മോശമായതിൻ്റെ പേരിൽ വിമർശിച്ചു, അതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പേരിൽ നൽകിയ പരാതിയാണെന്ന്. സ്വാഭാവികമായും പ്രതിഭാഗം ഇത്തരം ആരോപണങ്ങളൊക്കെ പലപ്പോഴും ഉന്നയിക്കാറുണ്ട് പല കേസുകളിലും. ഇവിടെ രഞ്ജിത്തിൻ്റെ പൂർവ്വകാല പശ്ചാത്തലം ഉൾപ്പെടെ കോടതി പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കാമല്ലേ? കാരണം മുൻപും സമാനമായ രീതിയിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? രാവിലെ ആയിരുന്നു രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കേണ്ടത്. പക്ഷേ പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷയാണ് നൽകിയത്. രഞ്ജിത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയായിരുന്നു പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, മരുന്ന് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, ഡോക്ടർമാരോടക്കം നിസ്സഹകരണമായിട്ടൊരു നിലപാടാണ് രഞ്ജിത്ത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വേഗം ഈ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ടാണ് വേഗം തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ ശേഷം നേരത്തെ തന്നെ 3 ദിവസത്തെ കസ്റ്റഡിയിൽ നൽകിയെങ്കിൽ പോലും ഒരു ദിവസം മുൻപ് തന്നെ തിരിച്ച് കോടതിയിലേക്ക് സമർപ്പിച്ചത് അല്ലെങ്കിൽ റിമാൻഡിലേക്ക് പോയതെന്നാണ് ഈ അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതിനെ രഞ്ജിത്തിന്റെ അഭിഭാഷകൻ പറയുന്നത് രഞ്ജിത്തിനെ ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ജയിലിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണ് അന്വേഷണ സംഘം നടത്തുന്നത്.